വൃത്തിയുള്ള നഗരം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ പരിഗണിക്കാതെ പോകുന്ന ചില വസ്തുതകളുണ്ട്. നമ്മുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി നഗരം വെടിപ്പാക്കുമ്പോൾ അവിടെ ജീവിച്ചു വന്നിരുന്ന പക്ഷിമൃഗാദികളെ നാം പരിഗണിക്കുന്നേയില്ല. നഗരമാലിന്യങ്ങളിലെ ജൈവ മാലിന്യങ്ങളൊക്കെയും ആഹരിച്ച കാലങ്ങളായി നമ്മെ സഹായിച്ചു വന്നിരുന്ന പക്ഷിമൃഗാദികളുടെ ജോലികൾ നാം ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ അവറ്റകളുടെ ആഹാരത്തിന് ബദലായി നമ്മൾ ഒന്നും നൽകുന്നില്ല എന്നത് വസ്തുതയാണ്. നമ്മുടെ സുരക്ഷയെ കരുതി അവയെ വന്ധ്യംകരിക്കുന്നു എന്നല്ലാതെ അവരുടെ സുരക്ഷയെക്കുറിച്ചോ ആഹാര ദൗർലഭ്യത്തെക്കുറിച്ചോ ചിന്തിക്കുന്നേയില്ല. ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന എച്ചിലിലകൾക്കൊപ്പം ഉണ്ടാകാറുള്ള ഭക്ഷ്യ അവശിഷ്ടങ്ങൾ തിന്നാണ് തെരുവു പട്ടികൾ ഇവിടെ ജീവിച്ചു പോന്നിരുന്നത്. നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർ അന്നതൊക്കെയും നിത്യവും കണ്ടിരുന്നതാണ്. എന്നാൽ അത്തരം കാഴ്ചകൾ ഇന്നില്ല എന്നത് നല്ല കാര്യം തന്നെയാണെങ്കിലും നായ്ക്കൾക്ക് ആഹാരത്തിനിപ്പോൾ തെരുവിൽ യാതൊരു സാധ്യതയുമില്ല എന്നതും പരമാർത്ഥമാണ്. മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിലെ ഏതൊരു ജീവിക്കും അടിസ്ഥാന പ്രശ്നം വിശപ്പു തന്നെയാണ്. തെരുവുനായ ആക്രമണത്തെ സംസ്ഥാന ദുരന്തമായി കാണാനാകില്ലേ എന്നും ആക്രമണത്തിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനാവില്ലേ എന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി. നഷ്ടപരിഹാരത്തെക്കാൾ തെരുവുനായ ആക്രമണങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഇതാണ് കേരള പ്രണാമത്തിന്റെ ഇന്നത്തെ ചിന്താവിഷയം ചൂണ്ടിക്കാണിക്കുന്നത്.